രാകേഷ് വർമ്മ എഴുതി ഡയറക്റ്റ് ചെയ്ത ബ്ലൈൻഡ് സ്പോട്ട് തെലുങ്ക് മൂവിയിലാണ് ഇറങ്ങിയത്. ആമസോൺ പ്രൈമിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നവീൻ ചന്ദ്രയാണ് ഇതിനകത്ത് പ്രധാന വേഷം അഭിനയിക്കുന്നത്. ഒരു IPS ഓഫീസർ ആയിട്ടാണ്. ഒരു സൂയിസൈഡ് നടക്കുന്നു. സൂയിസൈഡിനെ തുടർന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഒരു വലിയ വീട്ടിൽ ആണ് ഇതിനകത്ത് ഒരു 80% രംഗങ്ങളും നടക്കുന്ന ഒരു വലിയ വീടിനുള്ളിലാണ്. അപ്പൊ വീടിന്റെ മുകളിലെ മുറിയില് ഒരു ലേഡി, ഒരു 10-25 വയസ്സുള്ള ഒരു ലേഡി സൂയിസൈഡ് ചെയ്യുന്നു. അപ്പൊ അതിനെ തുടർന്ന് നമ്മുടെ IPS ഓഫീസർ വന്നിട്ട് ഈ ഒരു മുറി ഇൻസ്പെക്ട് ചെയ്യാണ്. അപ്പൊ ആദ്യ കാഴ്ചയിൽ തന്നെ ഇദ്ദേഹം പറയുന്നു ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണെന്ന് പറയുന്നു. തുടർന്നുള്ള സംഭവങ്ങളാണ് സിനിമയിൽ പറയുന്നത്. സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുന്നുണ്ട്. വെറും 1 മണിക്കൂർ 29 മിനിറ്റ് മാത്രമേ ഈ സിനിമയുള്ളൂ. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ആ ഒരു പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് മികവ്, അതുപോലെ ഈ പടത്തിലെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നമ്മളെ ഫുള്ളായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിർത്താൻ ഈ ഒരു സിനിമ സഹായിക്കുന്നുണ്ട്. അപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മുടെ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലൊക്കെ നായകന് ഭയങ്കര അധികാരമായിരിക്കും, നായകന് ഭയങ്കര ആക്ഷനും കാര്യങ്ങളായിരിക്കും. ഒരു ഇടി പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. പക്ഷെ സിനിമയിൽ അത് പൊളിച്ച് തിരുത്തുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറെ തെലുങ്ക് തമിഴ് സിനിമകളിലൊക്കെ അത്ര രംഗങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു കാരണമായിട്ടുള്ള നമ്മളെ മലയാള സിനിമ തന്നെയാണ്. റിയലിസ്റ്റിക് ആയിട്ട് ആണ് നമ്മളെ മലയാള സിനിമയിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സിനിമയിലും റിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ ഫിലിം തന്നെയാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഇതിന്റെ കഥ എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ഒരു കഥ തന്നെയാണ്, നമ്മൾ പല സിനിമകളിലും കണ്ട ഒരു കഥ തന്നെയാണെന്ന് പറയാം. പക്ഷേ ഈ സിനിമയുടെ ട്വിസ്റ്റിംഗ് ലാസ്റ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു മികവിലേക്ക് ഈ സിനിമ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് കണ്ടതിൽ വളരെ ഇഷ്ടമായി. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. സിനിമയ്ക്ക് നമുക്കൊരു മാർക്ക് കൊടുക്കാം, 10-ൽ 7 മാർക്ക് കൊടുക്കാവുന്ന ഫിലിം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിലൂടെ അവൈലബിൾ ആണ് ബ്ലൈൻഡ് സ്പോട്ട്.